Fine. So, in the last class, I had asked you to do a homework, I think. Do you think so? ഞാനൊരു ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. എത്ര പേര് ചെയ്തു? യെസ്. വാട്സപ്പില് ഗ്രൂപ്പിൽ കിട്ടിയത് ആകെ 4 പേരാ. ആരൊക്കെയാ? അല്ലമോൾ ഇട്ടിരുന്നു. പറഞ്ഞോ. സാറിന്റെ മദറിന്റെ കൈമിലാണ് ക്ലാസ്സിന്റെ ഇതില്ലേ ഗ്രൂപ്പിൽ, അതുകൊണ്ട് അമ്മ ഓഫീസിൽ പോയതുകൊണ്ട് എനിക്ക് ഇട്ടുതരാനാവില്ല. ഓക്കെ, വരുമ്പോ ഇട്ടാ മതി. പിന്നെ ആകെ അല്ല, ആൻഡ്രോസ്, ക്രിസ്റ്റി സിൽവോ, ഫാത്തിമ, ഇത്ര പേരെ ഇട്ടുള്ളൂ. ഓക്കെ, ഏതായാലും വൈകുന്നേരത്തിന് മുമ്പ്, അതായത് വൈകുന്നേരം അമ്മമാരോ അല്ലെങ്കിൽ ഫാദറോ മദറോ ഒക്കെ ഡ്യൂട്ടിക്ക് പോയവരൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ നമുക്കൊരു 8 മണിക്കുള്ളിൽ ഇടാലോ. വൈകുന്നേരം 8 മണിക്ക് മുമ്പ് ഇപ്പൊ തന്നെ എഴുതി റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഫോട്ടോ എടുത്തിടുന്നത് 7 മണിക്ക് 7:30 മുമ്പ് ഇട്ടാൽ മതി. ഓക്കെ, റൈറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻ ദ സെൻസ് വി ഷാൽ കണ്ടിന്യൂ ചെയ്യല്ലേ? ആർ യു റെഡി? ഷോ യുവർ കം. നോ എനർജി. ചോറുണ്ടില്ലേ ആരും? ചോറുണ്ടില്ലേ? ചോറ് കഴിച്ചില്ലേ? യെസ്. അപ്പൊ എന്നാ ഒരു ഉണർവ് വരേണ്ട ഒരു എന്താ പറയുന്ന ഒരു ഉന്മേഷം വരുന്നില്ലല്ലോ. ചോറ് കഴിച്ച ഉടനെ ഉറങ്ങാൻ തോന്നുന്നുണ്ടോ? നോ. ഓക്കെ, ready. So in the last class we have seen page number 23 down, in the sense in the last part, who is afraid of a cycle, and the last paragraph we discussed was, I will read that paragraph once again, you also look there. Vijay held on to the carrier at the back and I got on. The bicycle shook violently and I struggled to keep my balance. Then we set off. The cycle wobbled and so did my confidence. സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളയാനും ശരിയാനും മറിയാനും തുടങ്ങി. അപ്പോൾ എൻ്റെ കോൺഫിഡൻസും എൻ്റെ എൻ്റെ ആത്മവിശ്വാസവും ചാഞ്ചാടാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ വേണ്ടോ, ശരിയാകുമോ ഇല്ലേ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. റെഡി? ആരും ഉറങ്ങരുത്. Nobody should sleep. Why? Because after some time some songs will be there. Songs. ആരോടെയൊക്കെ പാട്ട് പാടാൻ പറയും. അതുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? ഓക്കെ, എല്ലാവരും പാട്ടുകാരല്ലേ? 4th ക്ലാസ്സുകാർ മുഴുവൻ പാട്ടുകാരാണെന്നാണല്ലോ എന്നോട് ഇപ്പൊ നേരത്തെ എടുത്ത് മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിയാണോ? അല്ല? ഏതായാലും നോക്കാം, കുറച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ready? In the next page, page number 24. Please don't let go. Vijay, please, I screamed. ഞാൻ കരയാൻ തുടങ്ങി, ഒച്ചയിടാൻ തുടങ്ങി. എന്താ? പ്ലീസ് ഡോണ്ട് ലെറ്റ് ഗോ, എന്നെ വിടരുത്, സൈക്കിളിൽ നിന്ന് വിടരുത് വിജയ്, പ്ലീസ്. കണ്ടോ, അത്രയും നീണ്ട പ്ലീസാ. അതിന്റെ അർത്ഥം എന്താ? അയ്യോ വിടരുതേ, എനിക്ക് പേടിയാകുന്നു. I screamed. Please, my brother teased me and shot ahead of me. The cycle went out of control. I saw a car coming in front of me. I tried to swerve to avoid it, but the cycle seemed to run by itself, straight towards the car. Fortunately, my brother came to my rescue in time. എല്ലാവർക്കും ഇപ്പൊ ഇത് പറയുമ്പം മിക്കവാറും, ഇത് വായിക്കുമ്പം എല്ലാവർക്കും മിക്കവാറും നമ്മുടെ പഴയ കാലം ഓർമ്മ വരും. നിങ്ങൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ച കാലം ഒരു പക്ഷേ ഓർമ്മ വരും. അന്നത്തെ എങ്ങനെയൊക്കെ സംഭവിച്ചു അതിപ്പോ ഓർമ്മ വരും. നോക്കിയേ, പ്ലീസ് ഡോണ്ട് ലെറ്റ് ഗോ വിജയ്, പ്ലീസ്, ഐ സ്ക്രീംഡ്. പ്ലീസ്, മൈ ബ്രദർ ടീസ്ഡ് മീ, കളിയാക്കി.
and shot ahead of me. എന്നിട്ട് എന്നെ ഉന്തി വിട്ടു. The cycle went out of control. അറിയത്തില്ലാത്തവർ ഇങ്ങനെ സൈക്കിൾ പിടിച്ചോണ്ട് പോയാൽ എന്ത് ചെയ്യും? എവിടെയെങ്കിലും പോയി മറിഞ്ഞു വീഴും. അപ്പൊ എന്ത് ചെയ്തു? Went out of control. I saw a car coming in front of me. എനിക്ക് മുമ്പേ എന്ത് വരുന്നുണ്ട്? ഒരു കാറ് വരുന്നുണ്ട്. മുമ്പിൽ നിന്ന് ഒരു കാറ് വരുന്നുണ്ട്. നമ്മളാണ് എന്ത് ചെയ്യും? കണ്ണു അടച്ച് ഒരു വെട്ടിക്കലും വെട്ടും എവിടെയെങ്കിലും ഉരുണ്ട് വീഴും. ശരിയല്ലേ? ഇവനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക. I tried to swerve to avoid it. ഞാൻ അതിൽ നിന്ന് വെട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ മാക്സിമം നോക്കി, ചെറിയ വഴിയാ. എന്ത് സംഭവിക്കും? But the cycle seemed to run by itself. ഞാനല്ല ഓടിക്കുന്നത്, സൈക്കിൾ തന്നെ പോവുക. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പിടിച്ചിട്ടുള്ള നിൽക്കുന്നുണ്ടോ അറിയത്തില്ല. പിന്നെ അതുകൊണ്ട് സൈക്കിൾ അതിന്റെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എവിടെയെങ്കിലും പോയി ഇടിക്കും, കാറിൽ ഇടിക്കുന്ന ഉറപ്പായി. Fortunately, what is fortunately? Underline. Fortunately, underline. Fortunately. What is fortunately? Luckily. ഭാഗ്യവശാൽ. Luckily or ഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു? Fortunately, my brother came to my rescue in time. Rescue also. തൊട്ടടുത്ത വാക്ക് തൊട്ടടുത്ത ലൈനിൽ rescue. That's what also you want to underline. Two words you have to underline now. Fortunately and rescue. ചെയ്തോ? Yes. Now, fortunately means luckily, ഭാഗ്യവശാൽ. തൊട്ടടുത്തതോ? Rescue means, what is rescue? രക്ഷ, രക്ഷപ്പെടൽ. എന്റെ രക്ഷയ്ക്ക് എത്തി. ആര് രക്ഷയ്ക്ക് വന്നു? Yeah, my brother. അവന്റെ ചേട്ടൻ. Good. അവന്റെ ചേട്ടൻ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഒന്നും മിണ്ടരുത്, ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇനി ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവർക്കും ഒരു ഒച്ചയുണ്ടോ നോക്കട്ടെ. ക്ലാപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഗുഡ്. ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തോ. വീണ്ടും അൺമ്യൂട്ട് ചെയ്തോ. റെഡി? Okay, continue. From that moment, I knew that my little red bicycle wasn't as innocent as it appeared. കണ്ടാൽ, നമ്മുടെ സൈക്കിളിനെ കണ്ടാൽ എന്ത് തോന്നും? ഭയങ്കര പാവത്താനാ, വളരെ വെരി ഇന്നസെന്റ്. My red cute bicycle, otherwise my cute red bicycle. അവനെ കണ്ടാൽ ഭയങ്കര പാവം. പക്ഷെയോ, നിങ്ങൾ അണ്ണാനെ കണ്ടിട്ടുണ്ടോ? സ്ക്വിരൽ. ഹാവ് യു സീൻ സ്ക്വിരൽ? യെസ്. അതിനെ പിടിച്ചിട്ടുണ്ടോ? ഇല്ല, ചെറുതാ. സ്ക്വിരൽ ചെറുതാണ്, പക്ഷെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കടിയും അത് കിട്ടും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ. എന്താ, സൈക്കിൾ വളരെ ക്യൂട്ടാണ്, നല്ല രസമുണ്ട്, പക്ഷേ അവൻ അത്ര പാവമല്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്താ, എന്നെ കൊണ്ട് നേരെ കാറിൽ ഇടിക്കാൻ തുടങ്ങി. So from that moment I knew what is new. New എന്ന് പറഞ്ഞാൽ എന്താ? പുതിയത്. അത് പുതിയത്. അതിന്റെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. The change in spelling. NEW new, KNEW അതും ന്യൂ എന്ന് തന്നെയാണ് വായിക്കുന്നത്, പക്ഷെ K സൈലന്റ് ആണ്. ന്യൂ എന്ന് തന്നെ വായിക്കും. No, KNOW, no, you know, അല്ലെ? അറിയുക. KNEW renew, renew. KNEW renew, new. NEW new, പുതിയത്. Ready? Then continue. Knew that my little red bicycle wasn't as innocent as it appeared. Could it be that the devil had got into it? എന്തോ അതിനകത്ത്
എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. ഓക്കെ, ഐ ക്യാൻ സീ. പ്രേതങ്ങളെ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഹൗ മെനി ഓഫ് യു ലൈക്ക് ഗോസ്റ്റ്? അവിടെ ഒരാളുണ്ട്. ആദിദേവിന് ഭയങ്കര ഇഷ്ടമാണ് അവർ. ബാക്കി പ്രേതത്തെ പേടിയുള്ള ആരൊക്കെയുണ്ട്? 1, 2, 3. ഓക്കെ, കുറെ പേർക്ക് പേടിയുണ്ട്. കുറെ പേര് നഖം കടിച്ചോണ്ടിരിപ്പുണ്ട്. ഇപ്പൊ എന്താ, പ്രേതത്തെ തിന്നൂന്നാണോ? ഓക്കെ, ഏതായാലും മിക്കവാറും നമ്മുടെ ഇനി ഒരു ചോദ്യം കൂടി. പ്രേതത്തിനെ കണ്ടവർ എത്ര പേരുണ്ട്? ആരുമില്ല. പക്ഷെ സിനിമയിൽ കണ്ടിട്ടില്ലേ? ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അതെല്ലാം ശരിക്കും എന്താണ്, ശരിക്കും കാണുമ്പോൾ നമുക്ക് നല്ല പേടി. പക്ഷേ പ്രേത കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്, സിനിമ കാണാൻ ഇഷ്ടമാണ്, സീരിയലാണ് അത്, പ്രേത സീരിയൽ കാണാൻ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ആരെങ്കിലും മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കഥകൾ പറയും, പ്രേത കഥകളൊക്കെ പറഞ്ഞ് പറ എനിക്ക് കേൾക്കണം എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമല്ല, അത് കേൾക്കാൻ ഇഷ്ടമാണ്. രാത്രി ആയാൽ വിധം മാറും. രാത്രിക്ക് മിക്കവാറും ഒറ്റയ്ക്കായിരിക്കുമല്ലോ, അന്നേരം കൂട്ടുകാരൊന്നും ഉണ്ടായാൽ, അല്ലെങ്കിൽ വീട്ടിൽ എല്ലാവരും വേറെ വേറെ ആണെങ്കിൽ മുറ്റത്തിറങ്ങി നോക്കുമ്പോൾ ചെറിയൊരു വെളിച്ചം, അത് മിക്കവാറും ആരാ? മറ്റവനാണ്. അങ്ങനെ ഒരു തോന്നൽ വരും. അപ്പൊ എന്ത് കണ്ടാലും പേടി തോന്നും. എന്താ കാരണം? മനസ്സിൽ എന്തുണ്ട്? മറ്റേ നമ്മുടെ ഗോസ്റ്റ് ആ സ്റ്റോറി മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇതൊന്നുമില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. ഇവിടെ അത് നോക്കിയേ, അങ്ങനെ വന്നിരിക്കുമ്പം could it be that the devil had got into it? ഇവനെ ചെകുത്താൻ പിടിച്ചതാണോ? സൈക്കിളിനെ ചെകുത്താൻ പിടിച്ചോ, അല്ലെങ്കിൽ ബാധിച്ചോ, പിശാച് ബാധിച്ചോ എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെ എന്തോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്നെ കൊണ്ട് കൊല്ലാൻ നോക്കൂ എന്നാണ് അവന്റെ സംശയം. ആരുടെ സംശയം? നമ്മുടെ ബോയുടെ. ഓക്കെ. After that, I approached my cycle warily. I imagined that it was laughing at me. അത് കഴിഞ്ഞപ്പം മുതൽ എന്നെ ഉരുട്ടിയിടാൻ നോക്കി, എന്നെ കാറിനെ കൊണ്ട് ഇടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞപ്പം മുതല് ഞാൻ ആകെ ഇത്ര സന്തോഷത്തോടെ അല്ല അവന്റെ അടുത്ത് ചെല്ലുന്നത്. I approached. What is approached? അടുത്തു ചെന്നു. Approached, അടുത്തു ചെന്നു. എങ്ങനെ? Approached my cycle warily. What is warily? അത്ര വലിയ ഇഷ്ടമില്ലാതെ, പേടിച്ചു, ചെറിയൊരു വേണം വേണ്ടായിക ആയിട്ട് ചെല്ലുന്നതാണ് അത്. I imagined that it was laughing at me. സൈക്കിൾ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. No cycle is going to get the better of me, I told myself. Even if it is a devil. അവൻ എന്നെ നോക്കി ചിരിക്കുന്നു, ഞാനത് സമ്മതിക്കില്ല. അങ്ങനെ സൈക്കിൾ എന്നെ നോക്കി ചിരിക്കേണ്ട കാര്യമില്ല, ഞാൻ അവനെ തോപ്പിക്കും. അവനെ പിശാച് പിടിച്ചാലും വേണ്ടില്ല, അവന്റെ മേത്തുണ്ടേലും വേണ്ടില്ല, ഞാൻ അവനെ കൺട്രോൾ ചെയ്യും. ബാഹുബലി സിനിമ കണ്ടതാണ് എല്ലാരും? ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ? ഉണ്ട്. ഓക്കെ, അതിനകത്തൊരു കാളേനെ, ഓക്കെ ഗുഡ്. അപ്പൊ അതിനകത്തൊരു കാളേനെ, ഇങ്ങനെ ഒരു പോത്തിനെ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത് കണ്ടിട്ടുണ്ടോ? ആദ്യത്തേല്. അതുപോലെ ഇവനെ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ ഗുഡ്. അപ്പൊ ഇവനെ ഞാൻ അതുപോലെ പിടിച്ചു നിർത്തും, ഇവനെ ഞാൻ അതുപോലെ കൺട്രോൾ ചെയ്യും. അങ്ങനെ അവൻ എന്നെ നോക്കിച്ചിരിക്കേണ്ട. I told myself. I struggled with the bicycle continued for about a week or so. ഒരാഴ്ചയോടെ ഇങ്ങനെ ഇത് തന്നെ, അങ്ങനെ യുദ്ധമാണ് സൈക്കിളുമായിട്ട്. എന്തിനാ? അവനെ മെരുക്കാനാണ് ഞാൻ നോക്കുന്നത്, അവനോ രക്ഷപ്പെടാനും. ഓക്കെ. Every time I wanted to go left, it went right, and every time I wanted to go right, it went left. ഞാൻ ഇടത്തോട്ട് തിരിക്കുമ്പോൾ അവൻ വലത്തോട്ട് പോകും, ഞാൻ വലത്തോട്ട് തിരിക്കുമ്പോൾ അവൻ ഇടത്തേക്ക് പോകും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? തീരെ അനുസരണയില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? Did you have any such experience? അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ സൈക്കിൾ ചവിട്ടി പഠിച്ചപ്പം? ഇല്ല. നിങ്ങൾ പിടിച്ചോ, നിങ്ങൾ ഭയങ്കര ശക്തരാ, അതായിരിക്കും അല്ലെ? നിങ്ങൾക്ക് ഭയങ്കര ശക്തിയുണ്ട്, ബൂസ്റ്റ് ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കും.
Yes. Okay. Yes. Okay. So, it seemed as though keeping one's balance was the hardest thing on earth. From the way the cycle was troubling me. ഈ സൈക്കിൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഭൂമിയിൽ ഏറ്റവും പ്രശ്നമുള്ളത് എന്താ? സൈക്കിളിനെ പിടിച്ച് ബാലൻസ് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നി. ആർക്ക് തോന്നി? മോൾക്ക് തോന്നി. ശരിയോ? മോൾക്ക് തോന്നിയോ? ഇല്ലേ? ശരിയോട്ടറിയാമോ? എനിക്കിനും തോന്നിയിട്ടില്ല. Of course, all the while Vijay held on to the carrier and ran along with me. I had begun to think that he would soon become a champion sprinter. ഞാൻ ഈ ഒരാഴ്ച ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുമ്പോൾ മുഴുവൻ വിജയ് എന്റെ സൈക്കിളിന്റെ പുറകിൽ പിടിച്ചോണ്ട് ഓടും. ഞാൻ സൈക്കിളിൽ ഓട്ടും, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിജയ് സൈക്കിളിന്റെ പുറകിൽ പിടിച്ചോണ്ട് ഓടും. ഇത് കണ്ടപ്പോൾ ഇത്രയും തുടക്കപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും വിജയ് ഒരു ഏറ്റവും വലിയ ഓട്ടക്കാരനായി മാറും. കാരണം എന്താ? എന്റെ പുറകെ പിടിച്ചോണ്ട് ഓടുമല്ലേ. അപ്പൊ ഇത് തുടർച്ചയായപ്പോൾ മിക്കവാറും അവൻ ഒരു ചേട്ടൻ ഒരു ഓട്ടക്കാരനായി മാറുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, ഓഫ് കോഴ്സ് ഓൾ ദിസ് വൈ. ഓക്കെ, then one day Vijay decided that it was time I went on my own. I glared at the cycle, trying to scare it, and then got on. It wobbled, but I was not to be shaken so easily. ഒരു ദിവസം വിജയ് തീരുമാനിച്ചു. എന്താ വിജയ് ചേട്ടൻ തീരുമാനിച്ചു, ഇനി ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ഇനി അവനെ പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല, അവനെ വിട്ടേക്കാം, അവൻ തന്നെ ചവിട്ടട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, then one day Vijay decided എവിടെ വായിക്കുന്നത്? Vijay decided that it was time that I went on my own. I glared at the cycle. ഞാൻ സൈക്കിളിനെ ഇങ്ങനെ നോക്കി. എന്തിനാ? trying to scare it. അവനെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കിയത്. സൈക്കിളിനെ നോക്കുമ്പോൾ സൈക്കിൾ പേടിക്കോ? Do you think the cycle will get afraid? No. But here he thinks. But here he thinks I can. അതുകൊണ്ട് it wobbled. I got on. It wobbled and the wobbled struggle side to side. But I was not to be shaken so easily. ഞാൻ ഒരിക്കലും so easily എന്ത് ചെയ്തില്ല? ഷേക്ക് ഇറ്റ് ചെയ്തില്ല. We rode on. What is rode? R-O-D-E. What is that? Anybody can say. സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുന്ന റോഡിന് പറയുന്ന പേരെന്താ? വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ദാറ്റ്? R-O-A-D. Good. R-O-A-D. Devanjana said it is good. R-O-A-D. That's road. This is also road. R-O-D-E is also road. And ride past tense is road. Riding അറിയാലോ, ഓടിക്കുക. Road ഓടിച്ചു. Ride, road, ridden. Okay. Road. R-O-D-E. Road ഓടിച്ചു. Ready? Clear everyone? Yes. Then the next one more road is where ഒരു road ഉണ്ട്. R-O-D. 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 അതെന്താ? അയൺ റോഡ്. ഒരു ഇരുമ്പിന്റെ കഷണത്തിനൊക്കെ പറയുന്ന ഒരു പീസ് റോഡ്. ഓക്കെ, ഇരുമ്പ് ദണ്ട് എന്നൊക്കെ പറയില്ലേ, അത് R-O-D. അതും റോഡാണ്. ക്ലിയർ എവരിബഡി? എല്ലാവരും കൃത്യമായി എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചിരുന്നോണം, ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരും. Then when we came to a crossroad and I wanted to turn left, the cycle obeyed. ഒരു ക്രോസ് റോഡ് എത്തി, അതായത് ഇങ്ങനെ വന്ന് ഒരു റോഡ് ഇങ്ങനെ തിരിഞ്ഞു പോവുക. അപ്പോൾ എനിക്ക് എങ്ങോട്ടാണ് തിരിക്കേണ്ടത്? I wanted to turn left. ഇടത്തേക്ക് തിരിക്കണം. ഏതായാലും സൈക്കിൾ എന്റെ കൂടെ വന്നു. അല്ലെങ്കിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താ? ഞാൻ ഇടത്തേക്ക് തിരിക്കും, സൈക്കിൾ വലത്തേക്ക് പോകും. But now
I turned left, cycle also came with me to the left. I had proved to the cycle that I was the master. ഞാനാണ് master, നീ അല്ല എന്ന് ഞാൻ സൈക്കിളിന് കാണിച്ചു കൊടുത്തു. My wish was its command. Okay, now you see what is obey. What is obey? അനുസരിക്കുക. When your parents say something, when your teacher says something, when the elder says something, you obey. നിങ്ങൾ അനുസരിക്കും അല്ലേ? That is what is called obey. അനുസരിക്കുക. Obeyed, അനുസരിച്ചു. Ready? Now, who obeyed? ആരാ അനുസരിച്ചത്? Who obeyed? Bicycle. Good. Bicycle obeyed. ആരെയാ അനുസരിച്ചത്? നമ്മുടെ ബോയിയാണ് അനുസരിച്ചത്. ഓക്കെ, നൗ ലാസ്റ്റ് പാരഗ്രാഫ്. My cute little red bicycle and I now understand each other perfectly. ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. ആരാ? ക്രിസ്റ്റിയാണോ? ക്രിസ്ത്യസിന്റെ സൈക്കിൾ. സൈക്കിൾ ആണ്. ഓക്കെ, പെർഫെക്റ്റ്ലി. ഇറ്റ് നോ ലോങ്ങർ ട്രബിൾസ് മീ. എന്നെ ഒരിക്കലും കഷ്ടപ്പെടുത്താറില്ല ഇപ്പം. Now I am considered one of the best cyclists in our colony. ഞങ്ങളുടെ കോളനിയിലെ ബെസ്റ്റ് ബൈസിക്കിൾ ഓടിക്കുന്നവരിൽ ഒരാളാണ്, സൈക്ലിസ്റ്റിൽ ഒരാളാണ് ഞാൻ ഇന്ന്. അത് പറയാ that boy. എബിൻ ബിജു. Okay. Do you understand? ആ ലെസൺ മനസ്സിലായോ? വെരി സിമ്പിൾ അല്ലേ? ആൻഡ് ഗുഡ്. ഓൾസോ, who is afraid of a cycle? സൈക്കിളിന് ആദ്യം പേടി ഉണ്ടായിരുന്നു, ഇപ്പൊ പേടിയില്ല. ഇപ്പൊ ആർക്കാ സൈക്കിളിനെ പേടി എന്നാണ് ചോദ്യം. Who is afraid of a cycle? Take the pen or pencil, whatever you have in hand, take it like this. Mark the date. ആ കോളനി എന്നുള്ള ലാസ്റ്റ് വാക്കിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എന്നിട്ട് താഴെ ഇന്നത്തെ ഡേറ്റ് എഴുതി വെക്കണം. വാട്ട് ഇസ് ദാറ്റ്? 23/1. എന്തിനായിരിക്കും ഞാൻ പുളിങ്ങോത്തെ സ്റ്റുഡൻസിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ? എന്തിനാ? നമുക്ക് ഇന്നുകൊണ്ട് ക്ലാസ്, ഇന്നത്തെ ക്ലാസ് ഇവിടം വരെ തീർന്നു എന്ന് മനസ്സിലാക്കാനും അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാനുമാണ്. Did you mark everybody? Yes. Okay, good. So it's time almost getting up. Now I want to take the attendance once again. Be ready. You unmute and say present sir. Okay? Yes. Okay, wait. Ready? Abdul Basit. Present sir. Present. Adidev Pramod. Adidev absent. Sir, present sir. Okay. Agnes Maria. Present sir. Okay. Alla Agustin. Present sir. Okay. Aaron K. Present sir. Okay. Ashin Joseph. Present sir. Okay. Sarah Ross. No. Present sir. Sarah Ross present. Okay. Present. രാവിലെ എന്തോ വെച്ചായിരുന്നു? കേട്ടില്ല. ഓക്കെ. ദേവാഞ്ജന. Present sir. Okay. Devapriya. Here is present. Ebin Biju. Present sir. Okay. Kriba Mary. Present sir. Okay. Muhammad Sinan. Sinan absent.
Muhammad Shambil. Present, sir. Okay. Suryadev. Present, sir. Okay. Sridev Krishna. Present, sir. Okay. Andros Prince. Okay. Seba Thomas. Absent. Christy Sindo. Present, sir. Okay. Fatima Mahfouza. Sir. Okay. Fedrin John. Fedrin John. Absent. Okay. So, have you any doubts up to there? അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ടോ? No doubt. Okay, very good. So today, for writing that 5 words enough before evening or before 7 o'clock or 7:30, you give me that note. Okay, and all the other ones, what you want to do is, here I show, just see, up to here, you mark the date here now, 23 one, last one. Yes. അവിടെ വരെ 2 പ്രാവശ്യം വായിക്കണം, വായിച്ച് പേരൻസിനെ കേൾപ്പിക്കണം. You want to read to your parents, maybe father or mother or elder brother or sister, no problem. പറഞ്ഞോ, ഷെഫി പറഞ്ഞോ. അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറയാവോ? നേരത്തെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് നേരത്തെയാ, കഴിഞ്ഞ ക്ലാസ്സിലെയാണോ? കഴിഞ്ഞ ക്ലാസ്സിലെ അല്ലേ? ഈ ക്ലാസ്സിലെ ഇന്നിപ്പോ കുറച്ചു മുമ്പ് ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞത്, ഈ പീരീഡ് പറഞ്ഞത് പേജ് നമ്പർ 24-ൽ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫിൽ ലാസ്റ്റ് ഫോർച്യുനേറ്റ്ലി, FORTUNATELY കണ്ടോ? ഓക്കെ. തൊട്ട് താഴെ റെസ്ക്യൂ, RESCUE. റെഡി? ദാറ്റ് ഈസ് ടുഡേസ്. അതും എഴുതണം. ഡിക്റ്റേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു? ആദ്യത്തെ 5 എണ്ണം. ഓക്കെ, സ്പെല്ലിങ്സ്. In next Saturday there will be the dictation of that. ഈ 2 പ്രാവശ്യം അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ ഈ ഡേറ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ? ലുക്ക് ഹിയർ അറ്റ് ദ സ്ക്രീൻ. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ വായിച്ചിട്ട് പേരന്റിന്റെ സൈൻ ഇവിടെ ഉണ്ടാകണം. അതിന്റെ ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരണം. നിങ്ങളുടെ സൈൻ അല്ല വേണ്ടത്, പേരന്റിന്റെ ആണേ. ഓക്കെ, ഗുഡ്. So that's enough now. Let us continue the remaining part. Maybe on the next class. One more small work I am giving now. Now means as a homework. So no need. This previous poems, the poems, question answers I will send in the group. After that you write. After that, okay, I will give you another work. Now no need. Okay. So be happy always. Anybody wants to sing a song now? No, nobody is interested to sing a song. Okay. So in the next class, then we will sing song, maybe dance also. Okay. So take care and bye bye. We will see you in the next class. Okay. Bye. Take care. Bye. Thank you. Bye. Bye, sir. Bye. 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 Bye.